ഇതിപ്പോ നടന്നുപോയി കൊണ്ടു കൊടുക്കാം, അല്ലാതെ വേറെ വഴി കാണുന്നില്ല. വല്ലാത്തൊരു പുലിവാലായാലും ഇത്. പൊരിഞ്ഞ വെയിൽ തന്നെ ബൈക്ക് പണിത്തൊരു പാട്ടി. ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് നമ്മുടെ സ്വിഗ്ഗി ടാർഗറ്റ് എന്ന് പറയുന്നത് 250 രൂപ മുതൽ 300 രൂപ വരെയാണ്. എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് പ്രോഫിറ്റ് മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇന്ന് എത്ര രൂപ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. പൊതുവേ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന്. അപ്പം ഇന്ന് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒരുപാട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏണിങ്സ് കുറവാകാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം എത്ര എടുക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പം സമയം ഇപ്പോൾ 10 മണി ആയിരിക്കുകയാണ്. നമുക്ക് 11 to 4 ഡ്യൂട്ടി എടുക്കുന്നത്. ആക്ച്വലി ഇതൊരു പാർട്ട് ടൈം ഡ്യൂട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഡ്യൂട്ടി എടുക്കുമ്പോൾ എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം. സോ റൈഡിനും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ മാറി കറക്റ്റ് 11:09 ആയ സമയത്ത് നമ്മളിപ്പോൾ സോണിൽ എത്തിയിരിക്കുകയാണ്. ആപ്പ് തുറന്ന സമയത്ത് ആപ്പിന്റെ അകത്ത് ഒരുപാടധികം മാറ്റങ്ങൾ ഞാൻ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ ഒരു മാസമായല്ലോ ഏകദേശം നമ്മൾ സ്വിഗ്ഗിക്ക് ഇറങ്ങിയിട്ട്. ആപ്പിന്റെ അകത്ത് ഒരുപാടധികം മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഫസ്റ്റത്തെ ഇൻസെന്റീവ് സ്ലാബ് 7 എണ്ണം കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് 75 രൂപ ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ 360 രൂപ ഇൻസെന്റീവ് ആയിട്ട് കിട്ടും. സോ ഇതാണ് നമ്മുടെ സാറ്റർഡേ സൺഡേ ഇൻസെന്റീവ് സ്ലാബ് എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4.5 മണിക്കൂർ ഡ്യൂട്ടി എടുത്താൽ മതി. നമ്മുടെ ഷിഫ്റ്റ് വരുന്നത് 11 മണി to 4 മണി വരെയാണ്. ഈ ഒരു ടൈം ഗ്യാപ്പിൽ 4.5 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസെന്റീവ് സ്ലാബ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏണിങ്സ് കിട്ടുന്നതാണ്. ഇൻസെന്റീവ് ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റ് എപ്പോഴാണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നതല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്ലോട്ട് ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഇൻസെന്റീവ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ കുറെ അധികം ആൾക്കാരുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സ്ലോട്ട് അല്ല നിങ്ങളുടെ ഷിഫ്റ്റും സ്ലോട്ടും രണ്ടും രണ്ടാണ്. നിങ്ങളുടെ ആപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആക്കി കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസെന്റീവിന്റെ ആ ഒരു ടാബ് ഉണ്ടാവും. അതിന്റെ അകത്ത് സീ മോർ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷിഫ്റ്റ് ടൈം അവിടെ കാണാനായിട്ട് സാധിക്കും. സോ എന്റേത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. എന്റേത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 11 to 4. അതിനകത്ത് 4.5 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി എടുക്കേണ്ടത് മാൻഡേറ്ററി ആയിട്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഇൻസെന്റീവ് ഒക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും നോക്കാം ആദ്യത്തെ ഓർഡർ നമുക്ക് എപ്പോൾ കിട്ടും എന്നുള്ളത്. നമ്മളിപ്പോൾ വണ്ടിപ്പേട്ട പ്യുവർ സൗത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നല്ല പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. പിന്നെ ഈ സൺസ്ക്രീൻ ജാക്കറ്റും ഈ ഗ്ലൗ ഒക്കെ ഇട്ടത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ. ഈ വെയിലത്ത് നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വിഗ്ഗിന്റെ അകത്ത് 3 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. നമ്മുടെ സിൽവർ, ഗോൾഡ്, ബ്രോൺസ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഗോൾഡ് മെമ്പർഷിപ്പും, അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സിൽവറിലും, പിന്നെ തീരെ വർക്ക് ചെയ്യാത്ത ആൾക്കാർ ബ്രോൺസിലുമാണ് പെടുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ഒരു മാസമായിട്ട് തീരെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ബ്രോൺസ് ക്ലബിലാണ് ഇപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് ഉള്ളത്. അതിങ്ങനെ ഓട്ടോമാറ്റിക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണോ അതോ സ്വിഗ്ഗി ഇതുവരെ ഒരു മാറ്റവും സംഭവിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നമ്മളിപ്പോൾ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ട് ഏകദേശം 1/2 മണിക്കൂറായി. ഇതുവരെ ഒറ്റ ഓർഡർ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ബൈക്കിൻ്റെ മുകളിൽ ഒരൊറ്റ ഇരിപ്പാണ് 1/2 മണിക്കൂറായിട്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല. ഒന്ന് ഇറങ്ങണ്ടില്ലായിരുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ തീരെ ഒരു താല്പര്യമില്ലാത്ത ദിവസമായിരുന്നു ഇന്ന്. അതുപോലെ തന്നെ അങ്ങ് സംഭവിച്ചു. സമയം അങ്ങനെ 11:40 ആയിരിക്കുകയാണ്. 41 രൂപയുടെ നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഈ ഓർഡറിന്റെ ഇന്റർഫേസ് ഒക്കെ മാറിയല്ലോ. 3.5 കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത്. ഇതിനകത്ത് 3.5 കിലോമീറ്റർ നിങ്ങൾ വിചാരിക്കും 40 രൂപക്ക് കിട്ടുന്നത് അല്ല. ഇത് നമുക്ക് ടിപ്പും കൂടെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് 40 രൂപ കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ബർഗർ ലോഞ്ച് വണ്ടിപ്പേട്ടയിൽ നിന്നാണ്. നമുക്ക് അധികം ദൂരം പോകാനില്ലാതെ ഈ കാണുന്നതാണ് ബർഗർ ലോഞ്ച്. ഇവിടുന്ന് ഫുഡ് റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ബർഗർ ലോഞ്ചിലെ 10 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം നമുക്കിപ്പോ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. ഒരു ചോക്ലേറ്റ് ഷേക്ക് മാത്രമാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത്. പോകാനുള്ള ദൂരം വെറും 3 കിലോമീറ്റർ മാത്രമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർഗർ ലോഞ്ചിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഏകദേശം സ്വർഗത്ത് കയറിയ ഫീൽ ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ AC നല്ല കൂളാക്കിയിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. എന്റെ മോനെ പുറത്ത് എമ്മാരി ചൂടാ. ഏകദേശം കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തുണ്ടല്ലോ ഇതേപോലെ തന്നെ പൊള്ളുന്ന ഫീൽ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേ ഫീല് തന്നെയാണ് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമയം ഞാൻ പറഞ്ഞല്ലോ 12 മണി ആവുന്നതേ ഉള്ളൂ. എമ്മാതിരി ചൂടാന്നറിയും. നമ്മള് സ്വിഗ്ഗി സൊമാറ്റോ റൈഡേഴ്സ് ഒക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊരിഞ്ഞ ചൂടത്ത് ഇങ്ങനെ ബൈക്കിൽ ഓടുന്നത് കൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഫുഡും ശ്രദ്ധിക്കണം. നമുക്ക് സർജ് ടൈമൊക്കെ ഈ പറഞ്ഞ ഫുഡിന്റെ ടൈമിലൊക്കെയാണ് നമുക്ക് സർജ് കിട്ടുന്നത്. അതായത് ഉച്ചയ്ക്ക് 2 മണി 3 മണി സമയം എന്നൊക്കെ പറയുന്നത് പീക്ക് ടൈമാണ്. അപ്പൊ ആ സമയത്ത് ഞാനൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഒക്കെ 3 മണിക്ക് ശേഷമാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഈ ശരീരത്തിനെ നന്നായിട്ട് ബാധിക്കും. നമ്മളിങ്ങനെ കിടന്ന് പട്ടി ഓടുന്ന മാതിരി ഓടുന്നത് കൊണ്ട് ഫുഡ്
ഫുഡും വെള്ളവും നമ്മൾ കമ്പൾസറി ആയിട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കരമായിട്ട് വീക്ക് ആവും. അൾസർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പൻഡിക്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. ഈ ഓർഡർ നമുക്ക് സോണിന് പുറത്തേക്കാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് കളിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സോണിലേക്ക് തിരിച്ചു പോകണം. ഓർഡർ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാലും ഓർഡർ അടിയും. പക്ഷെ സ്ഥിതി ഇതായത് കൊണ്ട് നമുക്ക് തിരിച്ചു പോകണം. 20 രൂപ ടിപ്പ് കിട്ടിയതല്ലേ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഒരു മണ്ണിട്ട വഴി ഉണ്ട്. ആ അമ്പലത്തിന്റെ സൈഡിൽ തന്നെയുള്ള മണ്ണിട്ട വഴിയാണോ? ഓക്കെ ശരി. അങ്ങനെ ആദ്യത്തെ ഓർഡർ കൊടുത്ത് നമ്മൾ സോണിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് 20 രൂപയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അലങ്കാർ റെസ്റ്റോറന്റ് നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ആപ്പിനകത്ത് ആക്ച്വലി സെർച്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ ഈ ഓർഡറിൽ എനിക്ക് സെർച്ച് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഇത് 1 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ. അതുകൊണ്ടായിരിക്കും ഈ തെണ്ടികൾ സെർച്ച് ഇട്ട് തരാഞ്ഞത്. കുഴപ്പമില്ല, 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 1 കിലോമീറ്റർ നമുക്ക് 20 രൂപ കിട്ടുന്നതിന്റെ വലിയ കാര്യം. സാധാരണ 15 കിട്ടേണ്ടതാണ് ആ സ്ഥാനത്തൊക്കെ. ഒരു കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്, പെട്രോൾ അടിച്ചിട്ടില്ല. മേ ബി നമുക്ക് തള്ളണ്ടി വരും മിക്കവാറും. ഇതാണ് നമ്മുടെ അലങ്കാർ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ അത്യാവശ്യം നല്ല ഫേമസ് റെസ്റ്റോറന്റ് ആണ് ഈ അലങ്കാർ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടാൻ കുറച്ച് ഡിലേ ആവാറുണ്ട്. ചിക്കൻ തവ സുക്ക, ചിക്കൻ പൊള്ളിച്ചത്, ബീഫ് തവ ഫ്രൈ. ഓക്കെ, എന്തായാലും നമ്മളിതിലില്ല, കണ്ടാ മതി. ഇതെന്തുവാടേ ഫുഡ് റെഡി ആവാത്തത്? നീ റെഡി ആയിട്ട് പോകുമ്പോൾ റെഡി അടിക്കാത്തതാണോ? നല്ല ഡിലേ ആണല്ലോ. ഒരു ചിക്കൻ 65 ഫുള്ള് റെഡി ആയല്ലോ. 60-14 പെട്രോള് കഴിഞ്ഞ ദേവിയേ, പണി തരല്ലേ. പെട്രോൾ ഇരിക്കണ്ടല്ലോ, പിന്നെന്താ സ്റ്റാർട്ടാവാത്ത? പൊരിഞ്ഞ വെയിൽ തന്നെ ബൈക്ക് പണി തര പാട്ടി. തൽക്കാലം വെയിലത്തൊന്ന് മാറി നിൽക്കാം. ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, നല്ലൊരു മുട്ടം പണിയാണ് കിട്ടിയത്. എന്തായാലും വേണ്ടില്ല, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷിച്ചതായിരുന്നു. അതിപ്പോ ഏതായാലും അവതാളത്തിലായി. ഇതിപ്പോ നടന്നു പോയി കൊണ്ടു കൊടുക്കാം, അല്ലാതെ വേറെ വഴി കാണുന്നില്ല. വല്ലാത്തൊരു പുലിവാലായാലും ഇത് ഒരുപാട് നടക്കാനും ഉണ്ടല്ലോ ദൈവമേ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് സ്റ്റാർട്ടാക്കി നോക്കാം. എന്നിട്ടും വർക്കായില്ലെങ്കിൽ നടന്നു കൊണ്ടു കൊടുത്ത് വീട്ടിൽ പോവാം. ഞാനിന്ന് ഇറങ്ങുമ്പോഴേ വിചാരിച്ചതാണ് ഇന്ന് പോവാനൊരു മൂടില്ല എന്നുള്ളത്. അങ്ങനെ തന്നെ കിട്ടിയല്ലോ പണി. തൽക്കാലം ഞാൻ ഹെൽപ്പ് ഓപ്ഷനിൽ പോയിട്ട് ബൈക്ക് ഇഷ്യൂ കൊടുക്കട്ടെ. അതല്ലാതെ ഞാനൊന്നും കാണുന്നില്ല. ഹെൽപ്പിൽ പോയിട്ട് ബൈക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വിളിക്കും എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചിട്ടെ. എന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ഹലോ, അതെ അതെ. ഓക്കെ സാർ, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. സാറ് ഇനി ലെഫ്റ്റ് വരുന്ന ഡെലിവറി പാർട്ട്ണറിന് എന്റെ പേ ഔട്ട് പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഇവനാണെന്ന് തോന്നുന്നു. ഓർഡർ ID എത്രയാ? താങ്ക് യു. എന്റേത് ബൈക്ക് സ്റ്റാർട്ട് ആവണില്ല. അപ്പൊ ഞാനിപ്പോ അത് ക്യാൻസൽ ചെയ്തിരുന്നു. ഫുഡ് എന്റെ കയ്യിലാണുള്ളത്. എന്താ ഐറ്റം എന്താ? അതല്ല, അതെ ഞാൻ തന്നെ. ബൈക്ക് സ്റ്റാർട്ട് ആവണില്ല. അത് ഇതിന്റെ ബാക്കിൽ തന്നെയാ ലൊക്കേഷൻ. ഇവിടെ അടുത്ത് അറിയണ വർക്ക്ഷോപ്പ് അറിയോ? ഇങ്ങോട്ടുണ്ടോ? അപ്പൊ അതേ പുള്ളി വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കൂടെ ആരുമില്ല, എന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. അത് തന്നെ 1 കിലോമീറ്റർ ഇപ്പൊ ഇത് തള്ളിക്കൊണ്ട് കിടക്കണല്ലോ. ഇതിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് തള്ളി അവിടെ വരെ എത്തിയിട്ട് വർക്ക്ഷോപ്പ് തുറക്കാതിരിക്കുകയും വേണം. ടോപ്പ് ആവുന്നാല് അവിടെ തന്നെ ഒരു കയറുണ്ടായി, ഞാൻ കെട്ടിത്തൂക്കി ചാവും അവിടുന്ന്. ആരുമില്ല നേരത്ത്, ആരുമില്ല ലോകത്ത്, പാട്ടുപാടാനറിയാതെ, ആട്ടമാടാനറിയാതെ, ഒന്നുമില്ലാതെ. ബാക്കി ഞാൻ പാടുന്നില്ല. ഞാൻ 5-6 കൊല്ലായി സ്വിഗ്ഗിന്റെ അകത്ത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പെടല് വിടുന്നത്. ഇതുവരെ ഈ പന്ന ബൈക്ക് എനിക്ക് പണി തന്നിട്ടില്ല. അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണുന്നുണ്ട്. അവിടെ ആളില്ലേ? മാളൂല് ആളില്ല. ആളുണ്ടാവാതിരിക്കാനാണ് സാധ്യത. ഞാനല്ലേ വന്നത്. ചേട്ടാ, ഫുഡ് കഴിക്കാൻ വല്ലതും പോയാ? ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. അല്ല, ബാറ്ററി ഇല്ല.
ഒന്നും പറയണ്ട എന്റെ പൊന്ന് ഗൈസ്, നമുക്കിപ്പോ ബൈക്ക് നന്നാക്കി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് പുള്ളിക്കും ഏകദേശം മനസ്സിലായില്ല. പുള്ളി എന്തായാലും പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടപ്പോഴത്തേക്കും സാധനം വർക്കായി. 100 രൂപ പുള്ളിക്കാരൻ എന്നോട് മേടിക്കുകയും ചെയ്തു. പോട്ടുമില്ല, എന്തായാലും വേണ്ടിയില്ല. നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. തറവാട്ടിൽ ലഞ്ച് ഹോമിൽ നിന്നായിരുന്നു നമുക്ക് ഓർഡർ കിട്ടിയത്. അതും കൊണ്ടിപ്പോ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാനിപ്പോ ഒന്ന് ചടച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ പണിക്ക് പോകണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. ഇത് കഴിഞ്ഞ് ബൈക്ക് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ ഓഫ് ടൈം, അതായത് ഡ്യൂട്ടിക്കിടയിൽ നമുക്ക് ഹാഫ് ആൻ അവർ ഓഫ് ടൈം ഉണ്ടല്ലോ, ആ ഓഫ് ടൈമിനുള്ളിലാണ് നമുക്ക് ഈ ബൈക്ക് നന്നാക്കിയത് ഞാനിപ്പോ ഉന്തി കൊണ്ടുപോയതൊക്കെ. സോ ഓഫ് ടൈം കഴിയാത്തത് കൊണ്ട് നമുക്ക് ഇൻസെന്റീവ് സ്ലാബ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പണിക്ക് ഇറങ്ങി. ആ ഓഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ പോയേനെ. ബൈക്കിന്റെ കേസിൽ പുള്ളിക്കാരൻ പറഞ്ഞു ക്ലച്ച് ഡിസ്ക് ഏറെക്കുറെ മാറ്റാനായിട്ടുണ്ട്, അത് മാറ്റിയേക്ക് എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിക്കർ അടിക്കുന്ന സമയത്ത് മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പുള്ളി പറഞ്ഞത് ക്ലച്ച് ഡിസ്ക് അത് കംപ്രഷൻ ഇല്ലാത്തത് കൊണ്ടാണെന്നോ എന്തോ ഒട്ടിപ്പിടിക്കാത്ത കൊണ്ടാണെന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. എന്തായാലും അത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊരു ഫ്ലോർ മില്ലിലേക്കാണ്. ശരവണ ഫ്ലോർ മില്ല് എന്നാണ് മില്ലിന്റെ പേര്. അവിടേക്കാണ് നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത്. സോ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരവണ ഫ്ലോർ മില്ല് കാണണം എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. സോ നോക്കാം. കൊപ്ര ആട്ടി കൊടുക്കുന്നു. ഇത് തന്നെ ഫ്ലോർ മില്ല്. ഇത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓർഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അറിയാലോ ബൈക്ക് പണി എന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 3-4 ഓർഡർ ഒക്കെ എടുത്തേനെ. എന്നിരുന്നാൽ പോലും ഇത് നമുക്ക് ഈ ഓർഡർ സോണിന്റെ പുറത്തേക്കാണ്, അടിയൂല എന്ന് പറയാൻ വരികയായിരുന്നു. ദേ വീണ്ടും അടിഞ്ഞു. ഇപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സോണിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ അടിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ 3ാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് നമുക്ക് സാഗർ റെസ്റ്റോറന്റിൽ നിന്നാണ്. പുതിയറ ഭാഗത്തുള്ള സാഗർ റെസ്റ്റോറന്റ്. സോ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ സാഗർ റെസ്റ്റോറന്റ്. നമ്മളിപ്പോ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. 2003. ഓക്കെ ഗൈസ്, അങ്ങനെ സാഗർ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മളിപ്പോ ഫുഡ് എടുത്ത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഒരു ഫിഷ് കറി മീലാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത്. കുറുവ റൈസ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം വലിയ പാക്കേജ് ആണല്ലോ എനിക്ക് കിട്ടിയത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു മീൽ എന്നാണ്, അതായത് ഒരു ഫിഷ് മീൽ, ഫിഷ് കറി മീൽസ്. പക്ഷെ ഭയങ്കരമായ വലിയ പാക്കേജിലാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടാവും. സാഗർ എന്നല്ലേ ഫുഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് നടക്കാവ് ക്രിസ്ത്യൻ കോളേജ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റോയൽ എൻക്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ്. സോ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ക്യൂൻസിന്റെ റോയൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമുക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കാനുള്ളത്. സാധാരണഗതിയിൽ മൾട്ടി ഓർഡേഴ്സ് അടിക്കുന്ന സമയത്ത് ആദ്യം ഒരു ഓർഡർ അടിയും, പിന്നെ അടുത്തൊരു ഓർഡർ അടിയും. ഇങ്ങനെയല്ലേ അടിയ? ഇപ്പൊ എന്ന് പറയുമ്പോൾ 2 ഓർഡറിനെയും കൂടെ ഒരുമിച്ചാണ് അടിയ. എന്നിട്ട് ഒന്നിച്ചുള്ളൊരു എമൗണ്ട് ആയിരിക്കും കാണിക്കുക. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് 20 രൂപയുടെ 2 ഓർഡർ, അതായത് 20. അതെല്ലാം കൂടെ ചേർത്ത് 40 രൂപയുടെ ഒറ്റ ഓർഡർ ആക്കി. പക്ഷെ 2 പിക്കപ്പ് ഉണ്ടാവും. അതാണ് ഇപ്പത്തെ ബാച്ച് ഓർഡർ അപ്ഡേഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു വെറൈറ്റി ആയിട്ട്, അതായത് ഒരു കുറച്ചും കൂടെ അപ്ഡേഷൻ ആയിട്ട് പുതിയ ആപ്പ് അപ്ഡേറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ആപ്പിന്റെ ഫീച്ചേഴ്സും ഭയങ്കരമായിട്ട് ഒരുമാതിരി ഊമ്പിത്തരാണ് കാണിച്ചത്. എനിക്ക് പുതിയൊരു ആപ്പ് അപ്ഡേറ്റ് തീരെ ഇഷ്ടമായിട്ടേ ഇല്ല. ഇനി പഴയത് ഉപയോഗിച്ച് ശീലമായി പോയതുകൊണ്ടായിരിക്കാം പുതിയ ആപ്പ് അപ്ഡേറ്റ് ഇങ്ങനെ ഉപയോഗിച്ച് ശീലമായി പോകുമ്പോൾ ഇതങ്ങോട്ട് സെറ്റ് ആയിക്കോളും എന്ന് വിചാരിക്കുന്നു. സമയം അങ്ങനെ അതിക്രമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം ഇപ്പൊ 3:15 ഇപ്പൊ നമുക്ക് പഞ്ചാബി ദി റസോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് കാലം കുറയായി. ഇവിടെ നിന്ന് ഓർഡർ കിട്ടാറേ ഇല്ല. ഇന്ന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. കറന്റ് നമ്മളിപ്പോ 52 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമ്മുടെ 10ാമത്തെ ഓർഡർ ആയിരിക്കും മേ ബി. ഏർണിങ്സ് ഞാൻ നോക്കിയിട്ടില്ല. ഫസ്റ്റത്തെ ഇൻസെന്റീവ് സ്ലാബ് എന്തായാലും നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 75 രൂപയായിരുന്നു ഫസ്റ്റത്തെ സ്ലാബ് എന്ന് പറയുന്നത്. വെയിലിന്റെ ചൂട് ഒരുപാടുണ്ടെങ്കിലും അധികം വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. സാധാരണ വീക്കെൻഡ് ഒക്കെ ആവുന്ന സമയത്ത് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വണ്ടി തിരക്കുകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. സോ നമ്മൾ അങ്ങനെ പഞ്ചാബി ദി റസോയി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഓൾറെഡി എന്തായാലും നേരത്തെ റെഡിയാക്കി വെക്കാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. ഡിലേ ആക്കാറില്ല ഇവർ. ഖജർഖ ഹൽവ. അതെന്ത് ഹൽവ?
പഞ്ചാബ് ടീ റസോയി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിൽ നിന്നും അലുവ കഷ്ണവും എടുത്തുകൊണ്ട് നമ്മളിപ്പോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് കുറച്ച് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലൊക്കേഷൻ എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. സുധർമ്മ എന്നാണ് വീട്ടുപേര്. ഇവിടെ ഇതിന് മുകളിലായിട്ട് കറക്റ്റ് അഡ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അഡ്രസ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുപാട് തവണ ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത്, അതായത് ആ വീടിന്റെ മുറ്റത്ത് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെ കറക്റ്റ് അഡ്രസ് എന്ന് കാണിക്കും. ആ സമയത്ത് നമുക്ക് അവിടെ എത്തിയിട്ട് വിളിച്ചു നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ആ അഡ്രസ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റോട് ചുറ്റും എല്ലാ വീടിന്റെ പേരും നോക്കിക്കഴിഞ്ഞാൽ വീട്ടുപേര് കിട്ടും. സുധർമ്മ എന്നാണ് വീട്ടുപേര്. ആണോ? യെസ്, ഓക്കെ, ശരി. 4 മണിയാവാൻ ഇനി 15 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. സോ ഒരു ഓർഡറിനും കൂടെ ഉള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓർഡർ കിട്ടിയാൽ എടുക്കാം, ഇല്ലെങ്കിൽ പോവാം. ഈ അലുവ കഷ്ണം കൊണ്ട് കൊടുത്തപ്പോ എനിക്ക് കിട്ടിയത് 58 രൂപയാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് 4 മണി വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ വീട്. അങ്ങനെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റൈഡ് കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ടോട്ടലി നമുക്കിന്ന് 395 രൂപയാണ് ടോട്ടലി കിട്ടിയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ ഇൻസെൻറ്റീവ്. അതിനകത്ത് എക്സ്പെൻസ് വന്നിട്ട് ഒരു 100 രൂപ 120 രൂപയുടെ പെട്രോൾ കാണും. പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 100 രൂപ നമുക്ക് ഓൾ ഫിഗർ ആയിട്ട്, മീൻസ് റൗണ്ട് ഫിഗർ ആയിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 400 രൂപയിൽ നിന്നും 100 രൂപ പോയാൽ 300 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം അടുപ്പിച്ചായി. മീൻസ് ഏകദേശം അല്ലല്ലോ, നമ്മൾ 250-300 രൂപയല്ലേ പറഞ്ഞത്. അപ്പോൾ ടാർഗറ്റ് അച്ചീവായി. സോ ഇത്രയും രൂപയാണ് നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ, അതായത് പാർട്ട് ടൈം ആയിട്ട് 300 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നല്ലൊരു പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപയുടെ അടുത്ത് കിട്ടുമല്ലോ. സോ പാർട്ട് ടൈം ജോബായിട്ട് കണക്കാക്കാം. ഈ 300 രൂപയിൽ നിന്നൊന്നും താഴേക്ക് വരുമ്പോഴാണ് നമുക്കിതൊരു പാർട്ട് ടൈം ജോബായിട്ട് പോലും കണക്കാക്കാൻ പറ്റാത്തത്. സോ ഇന്ന് കുഴപ്പമില്ലായിരുന്നു, നമുക്ക് 20 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. See you on the next video. Bye bye.